ലുക്കാനി നേരത്തെ വന്നു. അല്ല ജയ്ക്ക് എവിടെ? നിങ്ങൾ ഒന്നിച്ചില്ലേ വന്നേ? എടാ എന്തെങ്കിലൊന്ന് പറഞ്ഞിട്ട് പോടാ. ലുക്ക ഒന്ന് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അത് നിന്റെ സെക്കൻസിന്റെ കല്യാണം കഴിഞ്ഞാ നീ ഞങ്ങളുടെ കൂടെ എന്റെ വീട്ടിലേക്ക് പോരെ. അവർക്ക് ഇവിടെ ആവുമ്പോ കുറച്ച് പ്രൈവസി ഒക്കെ വേണ്ടേ? നീ ഇവിടെ നിന്നാ അത് ശരിയാവില്ല. അത്രേ ഉള്ളൂ. ഓക്കെ വലിയ ഞാൻ പോയി കിടക്കട്ടെ. എനിക്ക് എന്തോ തലവേദന എടുക്കുന്നു. എന്നെ ഫുഡ് കഴിക്കാൻ വിളിക്കണ്ട കേട്ടോ. ശശി, ഞാൻ കുറച്ച് ലേറ്റായി. കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. ഓ ലൂക്ക നേരത്തെ വന്നു. അല്ല അവനെന്താ പറ്റിയേ? എനിക്കറിയില്ല. അവൻ്റെ ഇപ്പോഴത്തെ സ്വഭാവം ഒന്നും ആർക്കും മനസ്സിലാവുന്നില്ല. ഇവര് പിന്നെ വഴക്കിട്ടോ? ചേക്കേ എടാ ലൂക്ക കഴിക്കാൻ വിളിച്ചിട്ട് വരുന്നില്ല. നീ ഒന്ന് ചെല്ല് വിളിക്ക്. അവന് വേണ്ടാത്തോണ്ടായിരിക്കും ഇച്ചാച്ചി എന്തിനാ വെറുതെ നിർബന്ധിക്കാൻ പോകുന്നത്. എനിക്ക് വേണ്ട, ഞാൻ കിടക്കാൻ പോവാ. ഇച്ചാച്ചി കഴിച്ചിട്ട് കിടന്നു. അത് ശരി, ഇവരുടെ പ്രശ്നം ഇതുവരെ കഴിഞ്ഞില്ലേ? മായുന്നു വെണ്ണിലാവും നിൻ പാട്ടും പൂഴിമണ്ണിൽ വീഴും നിൻ കാലടി പാടും തോഴി പെയ്യാതെ വിങ്ങി നിൽപ്പൂവിൻ മേഘം കാത്തു നിൽപ്പൂ ദൂരെ ശ്യാമയാം ഭൂമി. ലൂക്ക ലൂക്ക നീ കോളേജിൽ പോകുന്നില്ലേ? സമയം എത്രയെന്നാ? ഇച്ചാച്ചി ലൂക്ക എവിടെ? റെഡിയായില്ലേ ഇതുവരെ? ജയ്ക്ക് അവൻ വിളിച്ചിട്ട് ഒന്നും മിണ്ടുന്നില്ല. നീ ഒന്ന് അങ്ങോട്ട് ചെന്നേ. എന്താന്ന് ചോദിക്കുക. ഇന്ന് കോളേജിൽ പോകുന്നില്ലേ അവൻ? ഓ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. എനിക്ക് സമയം വൈകി. എനിക്ക് വയ്യ വിളിച്ച്. ഞാനിന്ന് കോളേജിൽ പോകുന്നില്ല. പിന്നെ എൻ്റെ അടുത്തേക്ക് വരാൻ ഇഷ്ടമില്ലാത്തവരെയൊന്നും ആരും നിർബന്ധിച്ച് പറഞ്ഞേക്കണ്ട. ഇച്ചയുടെ കല്യാണം കഴിഞ്ഞാൽ ഞാൻ വലിയച്ചയുടെ കൂടെ അങ്ങോട്ട് വന്നു നിന്നോളാം. അതെന്തിനാ? അത് ഞാനാ പറഞ്ഞ ജയ്ക്ക്, നിങ്ങൾക്ക് കുറച്ച് പ്രൈവസി ഒക്കെ വേണ്ടേ? ഇച്ച അതിന് ലൂക്ക എൻ്റെ കൂടെ തന്നെയല്ലേ ഇത്രയും കാലം നിന്നേ. ജിമ്മിനൊന്നും കുഴപ്പമില്ല. നിങ്ങളങ്ങനെ പറയൂല എന്നെനിക്കറിയാം. അതുകൊണ്ടാ കണ്ടറിഞ്ഞു നിന്ന്. അല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. ഇപ്പൊ തന്നെ അങ്ങോട്ട് പോയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. ലൂക്ക ചെല്ല വൈകുന്നു. ഇല്ല, എനിക്കിവിടെ നിൽക്കണ്ട. വിളിച്ച് എന്നെ ഇവിടുന്ന് കൊണ്ടുപോകും. എന്താണ് ലൂക്ക, നിനക്കിവിടെ നിൽക്കണോ? നീ പോരണ്ട, ഇവിടെ നിന്നോ. അതിന് നീ എന്തിനാ കരയുന്നേ? എനിക്കിവിടെ മടുത്തു. ലൂക്ക നിന്നെ പേടിപ്പിക്കാതെ. എനിക്ക് തലവേദനിക്കുന്നു. ഞാൻ കിടക്കാൻ പോകും. എടാ നിക്ക്, ഇവരൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇവിടെ ആരും ഇല്ലേ? ഒച്ച എനക്കൊന്നും ഇല്ലല്ലോ. നീയായിരുന്നു കയറിയോ? കെട്ടിനു മുന്നേ ഇങ്ങനെ പെട്ടിയും കിടക്കിയെടുത്ത് ഇങ്ങോട്ട് താമസം മാറ്റിയോ? വെറുതെ അല്ല ലോകിക്ക് ചൊറിഞ്ഞു കയറുന്നത്. എന്താ? ഒന്നുമില്ല. ലൂക്കയുണ്ട്, അവനെ കാണാൻ വന്ന. മേലെയുണ്ട്, നീ അങ്ങോട്ട് ചെന്നോ. ലൂക്ക നീ എന്താ കോളേജിൽ വരാഞ്ഞ്? ഫോണാണ് സ്വിച്ച് ഓഫും. എടുക്കുന്ന ഓടിയില്ല. ചത്തോ ജീവിച്ചോന്ന് ഞാനെങ്ങനെ അറിയാം? നീയോ? ഞാൻ ഇന്നലെ വന്നു കിടന്നാടാ. ഒരു ബോധം ഉണ്ടായില്ല. നീ അത് ഇതുവരെ വിട്ടില്ലേ? ഇത്രയും നാള് ഇച്ച അടുത്തുണ്ടെന്നൊരു ഫീലിംഗ് ആയിരുന്നു. ഇപ്പോ എൻ്റെ അടുത്തുനിന്ന് ദൂരെ പോകുന്ന പോലെ. ഒന്നും വേണ്ടായിരുന്നു. നിനക്ക് കണ്ടോണ്ടെങ്കിലും ഇരിക്കായിരുന്നില്ലേ? ഇപ്പൊ അതും തീർന്നു കിട്ടി. കണ്ടിട്ട് എന്തിനാ എനിക്ക് പുഴുങ്ങി തിന്നാനും? ഒന്നെങ്കിൽ എൻ്റെ ആയിട്ട് വേണം, അല്ലാണ്ട് ഷെയർ ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. നല്ല തലവേദന. കുത്താൻ വരുന്ന പോത്തിന്റെ ചെവിയിലെ വേദം ഊതിയിട്ട് എന്താ കാര്യം? ഞാൻ ചെയ്തില്ല, എനിക്ക് തെറ്റ് തോന്നുന്നില്ല. നമ്മുടെ ടൂർണമെന്റിന്റെ കാര്യമൊക്കെ ആയിട്ട് എല്ലാരും നിന്നെ അന്വേഷിക്കുന്നുണ്ട്. നീ ഇവിടെ ഇങ്ങനെ കിടന്നാലോ?
നാളെ വരാം. നീ പോയി എനിക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. നല്ല തലവേദന. ആ ഓക്കെ, നീ അപ്പോഴത്തേക്കും എഴുന്നേറ്റ് വാ. ഇങ്ങനെയൊക്കെ 24 മണിക്കൂർ ഈ ജെ.കെ. സാറിന്റെ മൂട്ടിലിരിക്കലാണോ പണി? വേറെ ഒരു പണിയുമില്ല ഇതിനൊന്നും. ഓ, അങ്ങനെ വിട്ടാ പറ്റില്ല. ഒരു പണി കൊടുത്തിട്ടേ ഉള്ളൂ. സാർ, ജ്യൂസ് വേണോ? അയ്യോ വേണ്ടായിരുന്നു. അങ്ങനെ പറയാതെ കുടിക്ക് സാർ. ഇവനോട് ഞാൻ എനിക്ക് വെള്ളം എടുക്കാൻ പറഞ്ഞിട്ട് ഇവൻ എന്തിനാ അങ്ങേരുടെ വായിക്ക് വെള്ളം വെച്ച് കൊടുക്കുന്നേ? ഓഹോ, അങ്ങനെ വിട്ടാൻ പറ്റില്ല. ദുഃഖ, അത് കുടിക്കാൻ ഞാൻ സാറിന് എടുത്തതാ. ഇല്ല അത് കുഴപ്പമില്ല, അവൻ കുടിച്ചോട്ടെ. ഇപ്പൊ ഞാൻ കുടിച്ചെന്താ? നീ എന്നതാടാ അതിന് കലക്കിയെ? അതെടുത്ത് കുടിക്കാൻ പറഞ്ഞേ. അത് വിമ്മ. ഇന്ന് രാത്രി ഞാൻ ടോയ്ലറ്റിൽ തന്നെ ഇരിക്കേണ്ടി വരുന്ന തോന്നുന്നു. എങ്കിൽ നിനക്കത് എന്നോടൊന്ന് പറഞ്ഞോളൂ ദ്രോഹി. അങ്ങേർക്ക് ഞാൻ പണി കൊടുക്കാൻ വേണ്ടി കളിക്കതാ. നിന്നോട് ആരായിട്ട് മോതാൻ പറഞ്ഞത്? ഞാൻ വിചാരിച്ചു നീ അങ്ങയുടെ വഴിക്ക് ഉരുട്ടിക്കേണ്ടി കൊടുക്കുവാണ്. അതുകൊണ്ടല്ലേ ഞാൻ കയറി ഓവർടേക്ക് ചെയ്തത്. അവിടെ കിടന്ന പട്ടി ഷൂ കാണിച്ചിട്ട് പോ. ടോയ്ലറ്റിൽ ഇരിക്കേണ്ട അവസ്ഥയാണല്ലോ എനിക്ക്. ഓ എന്റെ പോത്തിന്റെ കുഞ്ഞേ. ലൂക്ക, നിന്റെ ഇച്ചയുടെ കല്യാണം എന്നൊക്കെ കേട്ടല്ലോ. എന്നാ ഞങ്ങളെയൊന്നും വിളിക്കുന്നില്ലേ? അവിടെ ഓഫീസിൽ ഇരിപ്പുണ്ട്, നീ നേരിട്ട് ചെന്നങ്ങ് വാങ്ങിച്ചു. ഇവനെതിരെ ചൂടാവുന്നേ. ഞാൻ കല്യാണം വിളിക്കുന്നില്ല എന്നല്ലേ ചോദിച്ചോളൂ. ഡാടാ പോ നോക്ക്. ടൂർണമെന്റ് ഇച്ചയുടെ വീട്ടിന്റെ ടൈം ആയാൽ മതിയായിരുന്നു. എന്താ നോക്കുന്നേ? ഇത്രയും നാളെ നീ കെട്ടൂല എന്നുള്ള 100% ഷുവറല്ലേ നിന്ന്. ഇപ്പോ നീ ഇങ്ങനെ പറയുന്ന കേട്ടപ്പോ നിന്റെ ഹോപ്പ് പോയ പോലെ. അത് കേട്ടിട്ട് എനിക്ക് എന്തോ പോലെ. കെട്ടൂല, കെട്ടാതിരിക്കാൻ ഞാൻ ശ്രമിക്കും. പക്ഷെ ഒന്നും വർക്കായില്ലേല് എനിക്ക് ആവൂലടാ എല്ലാം കണ്ടവിടെ നിൽക്കാൻ. ഇച്ചാച്ചിയുടെ വീട്ടിലേക്ക് പോകും ഞാൻ. ലുക്ക, നിന്നോട് ഞാനൊരു 1000 വട്ടം അങ്ങനെ വിടാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ നീ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് നിന്നിട്ടുള്ളത്. പക്ഷെ നിന്നിങ്ങനെ വീക്കായിട്ട് കാണുമ്പോൾ എനിക്ക് നല്ല സങ്കടം തോന്നുന്നു. നിനക്ക് ശരിക്കും സങ്കടമുണ്ടോ? എങ്കിൽ നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യൂ. എന്താടാ പ്ലീസ്, ഇതൂടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്ലീസ് എടാ പ്ലീസ്. ഏത് നേരത്താണോ എനിക്ക് നിനക്കൊക്കെ നിന്റെ കയ്യിലിരിപ്പിൽ ഇതല്ല ഇതിന്റെ അപ്പുറം കിട്ടണം. ചില ദോജ് മിസ്സായി നിൽക്കും. എന്റെ ലൂക്ക, നീ എന്നെ കൊലയ്ക്ക് കൊടുക്കൂടാ. നീ നേരെ ചെല്ലാൻ കയറി കൊടുത്തു. അതൊന്നും നടക്കത്തില്ല. എടാ വേണ്ട, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എങ്ങനെ ഉന്തി വിട്ട. സർ, എന്നെ അനുഗ്രഹിക്കണം. നീ എന്തേ കാണിക്കാൻ എഴുന്നേറ്റ്? നിനക്കിതിനിപ്പോ എന്റെ അനുഗ്രഹം. സർ, എനിക്ക് സാറിനോട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. ഞാനത് എങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. ഞാൻ കുറെ നാളായത് മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നു. അത് ഐ ലവ് യു സർ. In nomine Patris et Filii et Spiritus Sancti. ഹല്ലേലൂയ, സ്തോത്രം. ലൂക്ക, എന്നെ ഒന്ന് പിടിച്ചോണ്ട് പോടാ. അയ്യോ അയ്യോ പ്രിൻസ് സാർ. സാർ എന്താ ഇവിടെ? അയ്യോ ഇനി എന്തോ ചെയ്യും? ഓൾ ദ ബെസ്റ്റ്. എന്നാ ശരി, ഞാൻ പോയി ആംബുലൻസ് വിളിച്ചിട്ട് വരാം. അത് ഞങ്ങളെ ഒരു ഡ്രാമയുണ്ട്, അപ്പൊ അതിന്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ടായിരുന്നു. കഴിഞ്ഞു നിന്റെ പ്രപ്പോസൽസ്. നിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററിനോട് പറഞ്ഞേക്ക് ഇതൊന്നും ഇവിടെ നടക്കൂല. അതിന് നീയല്ലടാ കഴിഞ്ഞ ആഴ്ച നാൻസിക്ക് ലവ് ലെറ്റർ കൊടുത്തു. അത് സാർ എങ്ങനെയായിരുന്നു? അയ്യോ, ഇതൊക്കെ നിങ്ങൾ സാറിന്റെ അടുത്ത് വന്ന് പറയൂ. ഓ, നീ എന്റെ അനിയത്തിക്ക് ലവ് ലെറ്റർ കൊടുത്തിട്ട് എന്നെ പ്രപ്പോസ് ചെയ്യല്ലേ? സാറ് നാൻസിയുടെ ചേട്ടനാണോ?
അവളെന്റെ അനിയത്തിയാണ്. ഒരു കയ്യബദ്ധം സാർ, മാറ്റിക്കരുത്. ഓക്കെ സാർ, എന്നാ ഞാനങ്ങോട്ട്. ശരി കേട്ടോ സാർമാരെ. എടാ പന്നപ്പട്ടി ലൂക്ക, നീ എൻ്റെ കൂടെ കട്ടയ്ക്ക് ഉണ്ടാകുന്നോണ്ട് നിന്നെ ആ പരിസരത്ത് 7 അയലത്ത് പോലും ഞാൻ കണ്ടിട്ടില്ല. നീ ഒറ്റ ഒരുത്തം കാരണം ഇതെല്ലാം. അവൻ്റെ ഒടുക്കത്തെ ഒരു പ്ലാന്. അങ്ങേരെന്നെ കിളിവത്സം ഭിത്തിയിലൊട്ടിക്കാത്തത് എൻ്റെ എന്തോ ഭാഗ്യം. ഞാൻ ചെയ്ത എന്തോ പുണ്യാണ്. അതിങ്ങനെ സകല കുഴിയിലും വീഴ്ത്താൻ എടുത്തിട്ടുണ്ടല്ലോ എൻ്റെ കൂടെ. ഇന്ന് തൊട്ട് നിന്നോ കൂടെയുള്ള എല്ലാ പരിപാടിയും ഞാൻ നിർത്തി. I'm done with you. I need a dry wash right now. You give, I go. മാറിക്ക് അങ്ങോട്ട്. ഇനി എന്നെ പിടിക്കരുത്. മാറി. എടാ ലൂക്ക, ഈ നാൻസി ജിമിൻ സാറിൻ്റെ സിസ്റ്റർ ആണല്ലേ? എന്താ? അല്ല, ഈ വിടുന്നാരോടെ ഡൈവോഴ്സൊക്കെ വാങ്ങിപ്പോയായിരുന്നു നേരത്തെ. അതുകൊണ്ട് നോക്കിയതാ. നീ എല്ലാ ചായയും മാംസം വാങ്ങിത്തരാന്ന് പറഞ്ഞു. അപ്പോൾ നീ പോവൂലേ? ഞാൻ രക്ഷപ്പെട്ടു എന്നാ വിചാരിച്ചേ. നീ അങ്ങനെ ഇപ്പം രക്ഷപ്പെടണ്ട. നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. നിനക്ക് നേരത്തെ അറിയായിരുന്നോ? ആ അതെ, അറിയും. ഇവര് കുടുംബത്തോടെ നിന്റെ വീട്ടിലേക്ക് കെട്ടിയെടുക്കാനാണോ പ്ലാൻ? അല്ല, ഈ ജിമിൻ സാർ പ്രിൻസിയുടെ പുറകെ, നാൻസി നിന്റെ പുറകെ. ഞാൻ അവിടെ ഒന്നും കെട്ടാൻ പോകുന്നില്ല. നിനക്കെന്താ? നീ വിളിക്കുക, ഞാൻ പോയി ചായ വാങ്ങിയിട്ട് വരാം. ശരി ശരി. ഇച്ച ഇവിടെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ലൂക്ക, നീ ഇവിടെ നിൽക്കാനോ? അങ്ങോട്ട് ചെല്ല. എന്തൊക്കെ പണിയുണ്ടെന്ന് അറിയോ ഇവിടെ? ഇപ്പൊ കിട്ടുന്ന ടൈം ആവും. നീ അങ്ങോട്ട് ചെന്നേ. ഞാൻ ഇച്ചനെ കണ്ടിട്ട് വരാം. അവനോട് ഒരുങ്ങുന്നുണ്ട്. നീ ഇപ്പൊ അങ്ങോട്ട് പോകാനൊന്നും നിൽക്കണ്ട. അല്ലെങ്കിൽ മുഖകൂട്ടം പണിയുണ്ട്. നീ ആ സ്റ്റേജിൽ അങ്ങോട്ട് ചെന്നേ. ആ ലൂക്ക, നീ വന്നോ? എങ്ങനെയുണ്ടടാ? കൊള്ളാവോ? ഇച്ച എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താടാ? അത് ഇച്ചി എനിക്ക് കല്യാണം. ജെകെ, ഒന്നിങ്ങോട്ട് വന്നേ. ലൂക്ക, ടൈം ആവാറേ, നമുക്ക് പിന്നെ സംസാരിക്കാം. എല്ലാവരും വന്നു തോന്നുന്നു. ഇച്ചാച്ചൻ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. നീ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് നല്ല വിടുക്കാനായിട്ട് അങ്ങോട്ട് വാട്ടോ. ഇച്ച നിക്ക്, ചെക്കച്ച നിക്ക്. ഞാൻ പറയുന്നത് കേട്ടിട്ട് പോ. ലൂക്ക, കഴിഞ്ഞ്, എല്ലാം കഴിഞ്ഞ്. നീ പോ, നിർത്താൻ പറ. ഇതെങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യ് നീ. എനിക്കെന്താ കൈയൊന്നും അനങ്ങാത്ത? എൻ്റെ കാലൊന്നും അനങ്ങുന്നില്ലല്ലോ. എനിക്കിന്ന് എന്ത് ചെയ്യാൻ പറ്റാത്ത? ലുക്ക പോ, എന്തെങ്കിലും ചെയ്യൂ. സ്റ്റോപ്പ് ദിസ് ലുക്ക. എല്ലാം എന്താവാൻ പോവാ. ഇത് കഴിഞ്ഞ് നീ എന്തായാലും വെല്ലിച്ചയുടെ കൂടെ അങ്ങോട്ട് പോകേണ്ടി വരും. Look, everything is gonna end.